നമസ്കാരം. ആന്തൂറിയം ചെടികളിൽ ഇതുപോലെ നിറഞ്ഞ് പൂക്കളുണ്ടാകാനായിട്ട് തേങ്ങാവെള്ളം 4 ലിറ്റർ വെള്ളം ചേർത്തത് ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിഭാഗത്തു കൂടി കിട്ടുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ തണ്ടിലും ചുവട്ടിലൊക്കെ കിട്ടണം. പുളിപ്പിച്ച തേങ്ങാവെള്ളമാണെങ്കിൽ 8 ലിറ്റർ വെള്ളമാണ് ചേർക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ പോട്ട് മിക്സ് എയർ സർക്കുലേഷനുള്ള പോട്ട് മിക്സ് ആയിരിക്കണം. ഇതിലിപ്പോൾ ഞങ്ങൾ ചേർത്തിരിക്കുന്നത് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ്, അതുപോലെ ചാണകപ്പൊടി, കരിക്കട്ട, പിന്നെ ഓടിൻ്റെ കഷ്ണങ്ങൾ. അങ്ങനെയാണ്. നല്ല എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ പുതിയ ഷൂട്ടുകളൊക്കെ ആന്തൂര്യത്തിന് വരികയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇലകളൊക്കെ ഏതെങ്കിലുമൊക്കെ പഴുത്തു തുടങ്ങിയാൽ അത് അതിൽ നിർത്തരുത്. ഉടനെ തന്നെ ആ ഇല കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ ഈ പൂക്കൾ 1.5 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ നന്നായി ഫെയ്ഡായി തുടങ്ങും. ഫെയ്ഡായി കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ നിർത്തരുത്. ആ തണ്ട് പൂക്കൾ അതിൽ വെച്ച് കട്ട് ചെയ്ത് മാറ്റുക. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ എന്ന ചൂടുള്ള വെയിൽ അടിക്കാത്ത ഭാഗത്താണ് ആന്തൂറിയം ചെടികൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും. ഇപ്പോൾ ഫാൻലോപ്സിസ് ഉൾപ്പെടെ ഓർക്കിഡുകൾക്കും ഇത് തന്നെ മതിയാവും. ചിലർ കെമിക്കലുകളും ഹോർമോൺസൊക്കെ സ്പ്രേ ചെയ്ത് പൂ ഇടിയിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെടികളുടെ ലൈഫ് 10 വർഷം നിൽക്കേണ്ടതാണെങ്കിൽ 2 വർഷം 3 വർഷമൊക്കെ നിൽക്കുമ്പോൾ ഡൗൺ ആയി തുടങ്ങും. പിന്നെ അതിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നാച്ചുറൽ ടിപ്സ് തന്നെ ഉപയോഗിക്കുക. പൂക്കളുണ്ടാകുന്നതിനൊക്കെ അതായിരിക്കും ഏറ്റവും നല്ലത്. ആന്തൂറിയം ചെടികളുടെ സിംഗിൾ ഷൂട്ട്സും ഡബിൾ ഷൂട്ട്സും ഉൾപ്പെടെ ഫ്ലവറോട് കൂടിയ തൈകൾ സ്റ്റോക്ക് വരുന്നുണ്ട്. അടുത്ത ആഴ്ച അതിൻ്റെ നോക്കാറും അതിൻ്റെ സെയിൽസ് വീഡിയോ ഉണ്ടാവും. താങ്ക് യു.